ഹലോ. സ്മോൾ ബിസിനസ് ചെയ്യുന്ന അധിക ബിസിനസ് ഓണേഴ്സും നേരിടുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത്. അതിനുള്ള പരിഹാരവും ഇന്നത്തെ വീഡിയോയിൽ പറയും. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതാണ്. വേറൊന്നുമല്ല, തുടർച്ചയായിട്ട് അവരുടെ ബിസിനസ്സിലേക്ക് സെയിൽ വരുന്നില്ല. ഈ ചെറിയ ബിസിനസ്സുകളും വലിയ ബിസിനസ്സുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ബിസിനസ്സുകൾക്ക് സെയിൽ കൂടാതെ ഒരിക്കലും സർവൈവ് ചെയ്യാൻ തന്നെ പറ്റില്ല അവർക്ക്. ആ ചെറിയ ബിസിനസ്സുകൾ സർവൈവ് ചെയ്യണമെങ്കിൽ, തരക്കേടില്ലാതെ അത് റൺ ചെയ്ത് പോകണമെങ്കിൽ തന്നെ സെയിൽ വേണം. ആ ബിസിനസ് വളർത്തണം, അതിനും സെയിൽ വേണം. സെയിലാണ് നമ്പർ 1 ഫാക്ടർ ഈ സ്മോൾ ബിസിനസ്സുകൾ. ബിഗ് ബിസിനസ്സുകൾക്ക് ഇത് ആവശ്യമാണ്, പക്ഷേ അവർക്ക് വർഷങ്ങളോളം സെയിലൊന്നും ഇല്ലാതെ തന്നെ, റവന്യൂ ഒന്നും ഇല്ലാതെ തന്നെ കുറേ കാലമൊക്കെ അവർക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവരുടെ അടുത്ത് റിസർവ് ഫണ്ടും മറ്റു കാര്യങ്ങളും മറ്റു സോഴ്സിൽ നിന്നൊക്കെ അവർക്ക് ഇൻകം വരുന്നുണ്ടാവും. വലിയ വലിയ കമ്പനികളുടെ ഒരു പ്രത്യേകത അതാണ്. പക്ഷേ സ്മോൾ ബിസിനസ്സുകൾ റൺ ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഷോപ്പായിരിക്കാം, ഒരു ക്ലോത്തിങ്ങിൻ്റെ ഒരു ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ ക്ലോത്തിങ്ങിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് സെയിൽ വന്നില്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ആ ബിസിനസ് നടത്തുന്ന ആളുകൾ അധിക പേരും ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരേ ഒരു മാർക്കറ്റിംഗ് സോഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഷോപ്പിൻ്റെ കേസാണെങ്കിൽ അതിൻ്റെ ബോർഡൊക്കെ കണ്ട് ആരെങ്കിലും കയറി വാങ്ങി എന്നുള്ള രീതിയിലുള്ള ആ ബോർഡ് കണ്ട് വരുന്ന ആ വാക്കിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഓൺലൈനിലാണെങ്കിൽ ചിലപ്പോൾ അവരിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് വാട്സപ്പിലിടും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ ലെക്കിന് കയറി കുറച്ച് വ്യൂസൊക്കെ കിട്ടി അങ്ങനെ സെയിൽ വരുന്നവരുണ്ട്. ഈ ഒരേ ഒരു സോഴ്സിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെയും എടുത്ത് പഠിച്ചു നോക്കിയോ, അവർ പറയും ബിസിനസ്സിൻ്റെ ചില സമയത്ത് നമുക്ക് വളരെ സ്ട്രഗിൾ അനുഭവിക്കുന്ന കാലഘട്ടം ഉണ്ടാവും. അത് മിക്ക ബിസിനസ്സിനും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ സോഴ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരേ ഒരു ചാനലിലൂടെ മാത്രമാണ് കസ്റ്റമേഴ്സ് വരുന്നത്. ആ കടയുടെ ബോർഡ് കണ്ട് മാത്രം കയറുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഫ്ലൈ ഓവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതോടുകൂടി നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ആ ബിസിനസ് പിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺലൈൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ആകെ കുറച്ച് വീഡിയോസ് എവിടെയെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു, അത് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ പെട്ടെന്ന് അൽഗോരിതം ചേഞ്ച് ആവുകയോ പ്ലാറ്റ്ഫോം ചേഞ്ച് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതോടുകൂടി നിങ്ങളുടെ പരിപാടിയും കഴിഞ്ഞു. ഓൺലൈൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ആമസോണിൻ്റെ കേസിലാണെങ്കിൽ ആമസോണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ആമസോൺ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും പോളിസി ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതോടുകൂടി നിങ്ങളുടെ വെടിക്കെട്ടും കഴിഞ്ഞു. ഇനി വെബ്സൈറ്റിനെ മാത്രം SEOനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ SEO നിങ്ങൾക്ക് അറിയാം, അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഈ AI പ്ലാറ്റ്ഫോമുകളിൽ കയറി സെർച്ച് ചെയ്യണോണ്ട് ഗൂഗിളിലേക്ക് അങ്ങനെ സെർച്ചിങ്ങിന് അധികം ആളുകളും പോണില്ല. ഇനി പോയാൽ തന്നെ അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുമോ എന്നുള്ളത് വേറെ ചോദ്യം. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരാണ്. ഗൂഗിൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വെടിക്കെട്ടും കഴിഞ്ഞു. അതോടുകൂടി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം ചാനൽസിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഇങ്ങനെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഈ ഒന്നിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുണ്ടാവും. ഒന്നിനെ മാത്രം റിലേ ചെയ്യും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചൊരു നമ്പറാണ്. സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്തെ ഏറ്റവും നല്ല നമ്പറായിട്ട് അതിനെ നമ്മൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടേക്കുന്നത്. 1ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം, പഠിക്കുന്നതിൽ 1ാം സ്ഥാനം. പക്ഷേ ബിസിനസ്സിൻ്റെ കേസിൽ ഒന്നിനെ മാത്രം റിലേ ചെയ്യൽ അപകടമാണ്. ഒരേ ഒരു മാർക്കറ്റിംഗ് സോഴ്സ്, അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്കുള്ള കസ്റ്റമറുടെ ഫ്ലോ നിന്നു. ഒരേ ഒരു പ്രത്യേക എംപ്ലോയിനെ മാത്രം, ആ ഒരു പണിക്കാരനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബിസിനസ്സിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് മാറാം, എന്തെങ്കിലും സംഭവിക്കാം, നാളെ മുതൽ വരാതെയാവാം. അപ്പോൾ ആ ഒന്നിനെന്തെങ്കിലും സംഭവിച്ച ബിസിനസ് അതോടുകൂടി തീർന്നു. അപ്പോൾ എല്ലാം ഈ ഒന്നിനെ മാത്രം റിലേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ആ ബിസിനസ്സിലേക്ക് വലിയൊരു മഴക്കാലം, ഇടിയും കാറ്റും മഴയൊക്കെ ആയിട്ടൊരു മോശപ്പെട്ട കാലം, നമ്മൾ സായിപ്പുമാർ പറയുന്ന ഒരു ഹെവി വിൻ്റർ ആ ബിസിനസ്സിലേക്ക് വരാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒന്നിലധികം സോഴ്സിലൂടെ പ്രെഡിക്റ്റബിളായിട്ട് മുൻകൂട്ടി പറയാൻ പറ്റുന്ന രീതിയിൽ, ഏകദേശം കൃത്യമായിട്ട് പറയാൻ ആർക്കും സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമുള്ളൊരു കഴിവാണ്. കൃത്യമായിട്ട് ഇന്നത് സംഭവിക്കും എന്ന് പറയാനായിട്ട്. പക്ഷേ ഏറെക്കുറെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മഴക്കാറ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു പ്രഡിക്ഷനെങ്കിലും സാധിക്കണം. കൃത്യമായിട്ട് നാളെ എനിക്ക് 10 ഓർഡർ കിട്ടും എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും ഒരു 7 മുതൽ 10 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളൊരു ഉറപ്പൊരു 95% എനിക്ക് തരാനായിട്ട് സാധിക്കും.
കൃത്യമായിട്ട് സംഭവിച്ചാൽ ചിലപ്പോൾ 6 ഓർഡർ ആയിരിക്കാം, ചിലപ്പോൾ 8 ഓർഡർ ആയിരിക്കാം. അതാണ് ഒരു 7 to 10 എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. ഇതേപോലെ ഒരു പ്രെഡിക്റ്റബിലിറ്റി നമ്മളുടെ ബിസിനസ്സിൽ വേണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്ന് സെയിലുണ്ട്, നാളെ സെയിലില്ല, അടുത്ത ദിവസവും സെയിലില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ തുടർച്ചയായിട്ട് 2-3 ദിവസം മെച്ചപ്പെട്ട സെയിലില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൂഡ് ആകെ ഡൗൺ ആവും. ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു ഫീലിംഗാണ്. ബിസിനസ് ഇന്നവരെ തുടങ്ങാത്തവർക്ക് ഒരു പക്ഷേ ഇത് അറിയാൻ സാധ്യതയില്ല. നിങ്ങൾ വഴുകാതെ അറിയും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത്. സെയിൽ ഡൗൺ ആകുമ്പോൾ നമ്മളുടെ മൂഡും സ്വാഭാവികമായിട്ട് ഡൗൺ ആവും. അപ്പോൾ ഇത് വരാതിരിക്കണമെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സിലൂടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പഠിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഇത് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് പരിപാടികളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ലോഗോയുടെ കളറ് പച്ച കളർ മാറ്റി നീല കളർ അടിച്ചു, ഒരു ഗുണം അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഓൾറെഡി എന്താ പറയുക, വലിയ ഹെവി വോളിയത്തിൽ സെയിൽ നടക്കുന്ന വലിയ ബ്രാൻഡുകൾ ചെയ്യാൻ നേരത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞത്. ഒരു സ്മോൾ ബിസിനസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ല ഒരു ബിഗ് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ബ്രാൻഡുകൾ അവർ ഫേസ് ചെയ്യുന്നത്. അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അവരെ നിങ്ങൾ കോപ്പി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും അവിടെ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രെഡിക്റ്റബിളായിട്ട് സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ് സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ വേണം, ബിസിനസ് വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ വേണം. കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ കൊണ്ടുവരും. ഇനി എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം സോഴ്സിലൂടെ, ഏതെല്ലാം ചാനൽസിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് എനിക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ചാനലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അധിക ബിസിനസ് ഓണേഴ്സും അത് ചെയ്യാറില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആഘോഷം വരാൻ നേരത്തെ ഒരു പോസ്റ്റർ ഇടുന്നതിനെ പറ്റിയല്ല ഞാൻ പറയാം. ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ വളരെ വളരെ ചുരുക്കമുള്ളൂ. പലർക്കും അറിയില്ല എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോഷ്യൽ മീഡിയ. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ അല്ലാത്ത വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നോക്കാം. സോഷ്യൽ മീഡിയനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാർക്കറ്റിംഗ് സോഴ്സുകളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക, അതിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഈ പരീക്ഷണങ്ങളും പഠനവും എല്ലാം നടക്കേണ്ടത് ആ ബിസിനസ് തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. നിങ്ങളുടെ ഒരേ ഒരു ഇൻകം മാർക്കറ്റിംഗ് സോഴ്സ് ഡെഡ് ആയതിനു ശേഷമല്ല പഠിക്കേണ്ടത്. അവിടെ വെച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് റിസർവ് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ പോയിന്റിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഞാനിത് അറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വരാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പറയണതല്ല. ഒരുപാട് ഇപ്പോൾ ഷോപ്പൊക്കെ തുടങ്ങുന്ന ആളുകൾ, പ്രവാസികൾ ഒരുപാട് പേര് നാട്ടിൽ വരും, ഷോപ്പിടും, തരക്കേടില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാലവും ഇങ്ങനെ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് കിട്ടുന്ന ഇൻകം ഒക്കെ എടുത്ത് അവർ മറ്റ് പല സ്ഥലങ്ങളിലേക്കൊക്കെ വക മാറ്റിയൊക്കെ ചിലവഴിക്കും. റിസർവ് ആയിട്ടൊന്നും വെക്കൂല. അങ്ങനെ വെക്കാതെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അവരുടെ ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് പിന്നെ അവർക്ക് വേറെ രക്ഷയൊന്നുമില്ല. അത് പൂട്ടി വേറെ ജോലിക്ക് പോയാലത് വേറെ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ പൂട്ടി വെറുതെ വീട്ടിലെങ്കിലും ഇരിക്കണം. അത് റൺ ചെയ്യാനുള്ള ഇൻകം എന്തായാലും പറ്റില്ല. കാരണം എംപ്ലോയീസിനുള്ള സാലറി, മറ്റ് യൂട്ടിലിറ്റി ബില്ല്, റെൻറ്റ് കാര്യങ്ങൾ ഇതൊന്നും കൊടുത്ത് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അവർക്ക് എന്തായാലും ഒന്നും കിട്ടില്ല. അവരുടെ അടുത്ത് റിസർവ് ഫണ്ടും ഇല്ല. ഇത് നല്ല രീതിയിൽ ആ ബിസിനസ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു എക്സ്ട്രാ സോഴ്സും കൂടി അവർ കണ്ടെത്തിയായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ആ ഒരു ഇൻകം സോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു, ആ ഒരു മാർക്കറ്റിംഗ് സോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു, അതാണ് ആദ്യം പറഞ്ഞത്. ആ 1 എന്നുള്ള നമ്പർ കുറച്ച് അപകടം പിടിച്ച നമ്പറാണ്, പ്രത്യേകിച്ച് ബിസിനസ്സിൽ. അപ്പോൾ മൾട്ടിപ്പിൾ എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഴ്സ് കണ്ടെത്തിയിട്ട് നിങ്ങൾ റിസർവ് ഫണ്ടെങ്കിലും മാറ്റി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ബിസിനസ്സിൽ ആ ഹെവി വിൻ്റർ വരാൻ നേരത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, സെയിൽ വർദ്ധിപ്പിക്കാം എന്നൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.